ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തന്തൂരി ഫിഷ് ഓവനിൽ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സീ ബ്രീം ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ തന്തൂരി ഫിഷ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. നമ്മൾ സീ ബ്രീം ഫിഷ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായി വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ലെമൺ ജ്യൂസും സാൾട്ടും ബ്ലാക്ക് പെപ്പറും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അതുപോലെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് തന്തൂരി മസാല എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ തന്തൂരി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈരാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല 1 കിലോ ഫിഷിനുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തൈരിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം ബ്ലാക്ക് സാൾട്ട്, 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതേപോലെ തന്നെ ഒരല്പം ജീരകപ്പൊടി, ഒരല്പം കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരല്പം മസ്റ്റാർഡ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കതിനോട്ട് ആവശ്യത്തിന് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്ലാക്ക് സാൾട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് സാൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അല്പം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷിലോട്ട് നമ്മുടെ ഈ മസാല എല്ലാ സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണം കേട്ടോ. നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കുക. 180 ഡിഗ്രിയിലാണ് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളൊരു 20 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫിഷിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ടൈം കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ ഗ്രില്ലായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഇവിടെ ഗ്രില്ലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രില്ലായിട്ട് കിട്ടും. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് ഒരു പ്ലേറ്റിൽ എങ്ങനെയാണ് ഗാർണിഷ് ചെയ്യുക എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് അല്പം ലെറ്റ്യൂസ് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ലെമൺ സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലിലായിട്ട് ഒരല്പം ചില്ലി പൗഡറും കൂടി ഇങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ളൊരു തന്തൂരി സീ ബ്രീം ഫിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.